നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മലയാണ്. തെന്മലയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 100ഓളം സിനിമ എടുത്ത സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മയും നമ്മൾ കണ്ടിട്ടുള്ളതും പേര് കേട്ടിട്ടുള്ള ഏറ്റവും ഗംഭീര സിനിമ എടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ തെന്മല എന്ന് പറഞ്ഞാൽ. നടക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ്. അതിന് ഞങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ഒരു 1-2 ചെറിയ ക്ലാസ്സുകളുണ്ട്. അത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ചെറിയ ക്യാമറ, അതുപോലെ തന്നെ ആദ്യ ക്യാമറകൾ, ആ ക്യാമറയുടെ തുടക്കം എന്തായിരുന്നു അതേക്കുറിച്ചൊക്കെ ഉള്ള ചെറിയ ക്ലാസ്സുകൾ നമുക്കുണ്ട്. ഇതിന് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. മുതിർന്നവർക്കായാലും എല്ലാവരും കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയ ഇവരോടെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇത് നടന്നു പോകുമ്പോഴുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമ എന്താണെന്നും, അല്ലെങ്കിൽ ഇപ്പൊ ഈ നമ്മളെല്ലാവരും പുതുമയുള്ള സിനിമ കാണുമ്പം ശരിക്കും നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കിയുള്ള സിനിമകൾ കാണാനുള്ള ഒരു അവസരം കുട്ടികൾക്കുണ്ടാവും. എല്ലാം കാണാം. ഓക്കെ ചെയ്തു. അതിൽ ഏകദേശം ഒരു 4-5 സിനിമകൾ പലപ്പോഴായി തെന്മലയിലും പുനലൂരുമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഇത്രയും വലിയൊരു സജ്ജീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വിജയ് സിനിമകൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സോഷ്യലി കമ്മിറ്റഡ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ കൂടി കാണണം. മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ പ്രതിഭാധനരായ ലോക പ്രശസ്തരായ സംവിധായകരുണ്ട്. ഞാനിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്താണ് നിൽക്കുന്നത്. കാരണം എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. 10-13 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സന്ദർഭം ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുകയാണ്. വിശ്വപ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ മമ്മൂക്കായുടെ കൂടെയാണ് അഭിനയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഇത്രയും നാൾ ഈ സിനിമയിൽ നിന്നിട്ട് ഇത്രയും നാൾ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ ആ വലിയ പ്രതിഭാധനരായ സംവിധായകൻ്റെയും മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച നടനായ ശ്രീ മമ്മൂക്കയുടെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അന്നും ചെറുപ്പം മുതൽ തന്നെ സിനിമയെ ഞാൻ സ്നേഹിക്കുമ്പോഴും തായ്ലക്ഷ്മിയിൽ സിനിമ കണ്ട് തുടങ്ങുമ്പോഴും 1975 എനിക്ക് 3 വയസ്സുള്ളപ്പോൾ പ്രേം നസീറിനെ ആദ്യം കാണുന്നതും പിക്നിക്കിൻ്റെ ലൊക്കേഷനായ തെന്മല IB വെച്ചാണ്. അപ്പോൾ തെന്മലയ്ക്കൊരു ചരിത്രപരമായ കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മാധ്യമമാണ്. ഒരു സിനിമ കൊട്ടകയൊക്കെ തകർത്തിരിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ വലിപ്പച്ചെറുപ്പമില്ല, ജെൻഡർ ഇക്വാലിറ്റി ഇല്ല, ജാതി മതഭേദമന്യേ എല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് കാണുന്ന സാംസ്കാരിക ഇടമാണ് സിനിമാ തിയേറ്ററുകൾ. അപ്പോൾ നിങ്ങൾ വിജയുടെ സിനിമ കണ്ട് കൈയടിക്കുന്നത് പോലെ, ലാലേട്ടൻ്റെ സിനിമ കണ്ട് കൈയടിക്കുന്നത് പോലെ, ദുൽഖറിൻ്റെയും അതുപോലത്തെ പുതിയ ചെറുപ്പക്കാരുടെയും കാണുന്നത് പോലെ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകളും കൂടി നിങ്ങൾ കാണണം. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോടുള്ള സമൂഹത്തിനോടൊരു നന്മ നൽകാൻ ഓരോ സിനിമയ്ക്കും കഴിയും. ഓരോ സിനിമയും ഓരോ പാഠപുസ്തകങ്ങളായിരിക്കണം. തീർച്ചയായിട്ടും ഈ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ, ഞാൻ മുരുകനോടും അദ്ദേഹത്തോടൊക്കെ ഞാൻ പറയുകയായിരുന്നു, ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ച് നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായി ലോകോത്തര സിനിമകൾ, എല്ലാത്തരം സിനിമകളും കാണാനുള്ളൊരു അവസരവും കൂടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഏതായാലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ ഉണ്ട്, DFO ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം വരും കാലങ്ങളിലും വരും വർഷങ്ങളിലും വൻ വിജയമാവട്ടെ. ഇനിയും സിനിമകളുമായി ഞാൻ ഈ മനോഹര പ്രദേശത്ത് വരും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും വേണം. താങ്ക്സ്.